ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കേസരി ബാത്ത് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കേസരി ബാത്ത് ആക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായ പിന്നെ അതിലേക്ക് 3 സ്പൂണ് നെയ്യിട്ട് കൊടുത്ത്, പിന്നെ 3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത്, ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല, സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നല്ലോണം ആ നെയ്യ് മെൽട്ടാൻ നിർത്തോളം മിക്സാക്കി കൊടുക്കാം. നെയ്യ് നല്ലോണം മെൽട്ടായി പിന്നെ അതിൽ നിന്ന് കുറച്ച് ഓയിലിൽ ഞാൻ ഒരു ബൗളിൽ കുറച്ച് മാറ്റി വെച്ച്, കുട്ടികൾക്ക് എപ്പോഴും ഞായറാഴ്ചൻ്റെ എന്തെങ്കിലും സ്പെഷ്യലാക്കി കൊടുക്കണം. എൻ്റെ മോള് കുറേ ദിവസമായി പറഞ്ഞ് കേസരി ബാത്ത് ആക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയായിട്ട് ഇന്ന് കേസരി ബാത്ത് ആക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ഗോതമ്പി ദ്രാക്ഷ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കറുത്ത ദ്രാക്ഷ എടുത്തിട്ട് നിങ്ങൾക്ക് വേണം വെളുത്തത് എടുത്തോളാം. എന്നിട്ട് ഇത് നല്ല ഗോതമ്പി നല്ല ബ്രൗൺ കളറാകുന്നവരെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. ദ്രാക്ഷയെല്ലാം നല്ല ബണ്ണായിട്ടുണ്ടെന്ന് അങ്ങനെ ആയ പിന്നെ അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഫ്ലെയിം ഫുള്ള് സ്ലിം വെക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ദ്രാക്ഷ. ഞാനിവിടെ 1 ഗ്ലാസ് റവ എടുത്തിന്, നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ എടുത്തോളാം. ഞാനിവിടെ 1 ഗ്ലാസ്സിക്ക് 1.5 ഗ്ലാസ് വെള്ളം അളവിലെടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ 2 ഗ്ലാസ് എടുത്തെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ ചെറിയ റവ എടുത്തിന്, ബൻസി റവ എടുക്കാൻ പാടില്ല. എന്നിട്ട് ഇതിനെല്ലാം നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ റവ നല്ലോണം ഫ്രൈ ആയിന്, നല്ല ബ്രൗൺ കളറായിന്. ഇനി അതിലേക്ക് 1 ഗ്ലാസ്, ഞങ്ങൾ ഏത് ഗ്ലാസ്സിൽ റവ ഇട്ടിന് അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പഞ്ചാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സ് ആക്കുക. ഇപ്പോൾ റവയും പഞ്ചാരയും നല്ലോണം മിക്സായിന്. ഞാനിവിടെ ഒരു 3 ഏലക്കിന് അങ്ങനെ കല്ലിൽ കുത്തിയിട്ട് പൊടിയാക്കിയിട്ട് അതിൻ്റെ തോലോടെ ഇട്ടിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും അതിൻ്റെ പൊടി മാത്രം ഇടാം. അതിൻ്റെ തോലോടെ ഇട്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നല്ലോണം വിടുന്നു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കി. ഇത് ഫ്ലെയിം സ്ലിമ്മിലാക്കിയിട്ട് കൈയെടുക്കാണ്ട് വറുത്തോണ്ടേ ഇരിക്കണം. അതിന് കുറച്ച് കുങ്കുമപ്പൂന് ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ ഇട്ട് വെക്കണം. ഞാൻ ചൂടുവെള്ളത്തിലിട്ടത് അതൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ അങ്ങ് വെക്കണം. ഞാൻ അപ്പക്കപ്പം ഇട്ട കൊണ്ട് അത്ര കളർ വിട്ടിട്ടില്ല. ഇനി ഇതിന് നല്ലോണം മിക്സ് ആക്കാം. കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ ഫുഡ് കളറും ഇടാം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സായിന്. ഞാനിവിടെ 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം ആ കണക്കിൽ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം തളിച്ച പിന്നെ അത് എനിക്ക് ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം ഫുള്ള് സ്ലിമ്മിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് മെല്ലേനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇത് നല്ലോണം വറ്റുന്നിടത്തോളം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ റവെല്ലാം ഗണ്ട് പോവും. ഇപ്പം നല്ലോണം കുറുകിന് ഇത്ര മതി. ഇനി ജാസ്തി ഗട്ടിയാകുന്ന വേണ്ട, ഇത്ര മതി. അത് തണിഞ്ഞ പിന്നെ നല്ലോണം ഗട്ടിയായി പോവും. ഇനി ഫ്ലെയിം ഓഫാക്കി പിന്നെ ഞങ്ങൾ നേരത്തെ എടുത്ത് വെച്ച നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വറുത്ത് വെച്ച ഗോതമ്പി ദ്രാക്ഷ ഇട്ടിട്ട് അത് നല്ലോണം മിക്സ് ആക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള കേസരി ബാത്ത് റെഡിയായി. ഇതിന് കുങ്കുമപ്പൂ അതിൻ്റെ കളർ വിടാത്തത് കൊണ്ട് അത്ര കളർ വന്നിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞങ്ങൾ ഫുഡ് കളർ ഇടുന്നതിനായിട്ട് കുങ്കുമപ്പൂ ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കിയേ. ഇത് നല്ലോണം തണിയാൻ വിടാൻ പാടില്ല, ചൂടോടെ തന്നെ തിന്നണം, എന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തണിഞ്ഞെങ്കിൽ ഇത് നല്ല ഗട്ടി പോലായിട്ട് അതിൻ്റെ ടേസ്റ്റ് പോകുന്നു. ചൂട് തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് റവ നല്ലോണം വറുത്തെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും കേസരി ബാത്ത്. ബായിലിട്ടെങ്കിൽ അങ്ങനെ അരിയുന്ന പോലെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.